നമസ്കാരം. കേരളം നേരിട്ട പ്രളയം മനുഷ്യ സൃഷ്ടി എന്ന് വാദിക്കുന്നത് മാനസിക രോഗമുള്ള ചിലരാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോങ്ങാടും ചിറ്റൂരും LDF തെരഞ്ഞെടുപ്പ് റാലികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയ സമയത്ത് നിയമസഭയിലും പുറത്തും ഈ വാദം ഉന്നയിച്ചവർക്ക് മറുപടി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പഴയ വാദം പൊടി തട്ടിയെടുക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ദേശീയ ജലവിഭവ കമ്മീഷൻ, മദ്രാസ് IIT, ഐക്യരാഷ്ട്ര സംഘടന നിയോഗിച്ച വിദഗ്ധർ എന്നിവരൊക്കെ പ്രളയ കാരണം പ്രകൃതി ദുരന്തം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പലതരം പാരകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇതുകൊണ്ടൊന്നും നവകേരള സൃഷ്ടിയെ തകർക്കാനാകില്ലെന്നും BJPയെ പരാജയപ്പെടുത്താനാണ് രാജ്യത്തെ ഇടതുപക്ഷം പ്രാമുഖ്യം നൽകുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ബദൽ നയത്തോടുകൂടിയ മതനിരപേക്ഷ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തണം. അതിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം. കോൺഗ്രസിന്റെയും BJPയുടെയും നയങ്ങളിൽ ഒരു വ്യത്യാസവുമില്ല. ഇന്ത്യയിൽ ഇന്ന് ബദൽ നയത്തിന്റെ ഗുണങ്ങൾ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും UDF സർക്കാരിന്റെ കാലത്ത് അഴിമതിയിൽ ഒന്നാമതായിരുന്ന കേരളം ഇന്ന് രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ നാടായി മാറിയെന്നും നടക്കില്ലെന്നു കരുതിയ പല പദ്ധതികളും തുടങ്ങാനായി എന്നും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 3.41 ലക്ഷം കുട്ടികൾ വർദ്ധിച്ചതായും ഇതാണ് ബദൽ നയത്തിന്റെ നേട്ടമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയ കാരണം എന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് തിരിച്ചടിയായിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനമടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകാതിരിക്കുന്നതിൽ വിജയിച്ച LDF ഇതുവരെയുള്ള അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ വിജയിച്ചിരിക്കെയാണ് ആലത്തൂരിലെ വിജയരാഘവന്റെ വിവാദ പരാമർശവും മറ്റും വന്നത്. അതിനു മുമ്പ് ദേശാഭിമാനിയിലെ പപ്പു പ്രയോഗവും പിന്നീട് ഖേദപ്രകടനവും CPMന് ക്ഷീണമായി. ഇതിനു പിന്നാലെ പ്രളയരക്ഷകനായി മുഖ്യമന്ത്രിയെ അവതരിപ്പിച്ചു പ്രചാരണം കൊടുമ്പിരി കൊള്ളവെയുള്ള അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കുരുക്കായി മാറുകയായിരുന്നു. ഡാമുകൾ തുറന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ഇതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതു സർക്കാരിനെ അടിക്കാനുള്ള വലിയ അടിയാണ് പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത്. പ്രളയത്തിൽ 450 പേരുടെ മരണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. പ്രളയ കാരണത്തെക്കുറിച്ച് കോൺഗ്രസ് പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് പ്രളയത്തിനു കാരണമെന്ന് അമിക്കസ് ക്യൂറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഉത്തരവാദികൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീറും പ്രതികരിച്ചിരുന്നു. MM മണിക്ക് വൈദ്യുതി മന്ത്രി സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. ഇത്രയുമായിട്ടും മണിക്ക് പശ്ചാത്താപം തോന്നാത്തത് കഷ്ടമാണെന്നും മുനീർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചിരുന്നു. പ്രളയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സ്ഥാപനം നടത്തിയ പഠന റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങൾ ശരിവെക്കുന്നതാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. അണക്കെട്ട് നടത്തിപ്പിലെ പാളിച്ച പ്രളയത്തിന് വഴിതെളിച്ചെന്ന അമിക്കസ് ക്യൂറി കണ്ടെത്തലിനു മുന്നിൽ ഇതുവരെ സർക്കാർ നിരത്തിയ കള്ളങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണെന്ന് ചെന്നിത്തല പ്രതികരിച്ചു. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നു താൻ പറഞ്ഞപ്പോൾ എന്നെ നേരിടാനായിരുന്നു സർക്കാർ ശ്രമിച്ചത്. കണക്കുകൾ വളച്ചൊടിച്ചും തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ചും പിടിച്ചു നിൽക്കാനാണ് സർക്കാർ ഇതുവരെ ശ്രമിച്ചതെന്നും എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാനാവില്ലെന്നും ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും പ്രളയത്തിൽ പൊലിഞ്ഞ 450 ജീവനുകൾക്ക് സർക്കാരാണ് ഉത്തരവാദിയെന്നും ചെന്നിത്തല പ്രതികരിച്ചു. പേമാരി മുന്നിൽ കണ്ടതിനാൽ നിറഞ്ഞു തുളുമ്പി നിന്ന അണക്കെട്ടുകളിൽ നിന്നും വെള്ളം അല്പാൽപമായി തുറന്നുവിടാത്തതിന്റെ ദുരന്തമാണ് കേരളം അനുഭവിച്ചത്. അണക്കെട്ട് തുറന്നുവിടണമെന്ന് താൻ ആവശ്യപ്പെട്ടപ്പോൾ പരിഹസിച്ച സർക്കാരാണ് ഈ പ്രളയത്തിലെ ഒന്നാം പ്രതിയെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. എന്തായാലും പ്രളയവും ശബരിമല വിഷയവും എല്ലാം സർക്കാരിനിപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. കേരളം നേരിട്ട പ്രളയം മനുഷ്യ സൃഷ്ടിയെന്ന് വാദിക്കുന്നത് മാനസിക രോഗമുള്ള ചിലരാണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുന്നത്.